ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റീപെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം കംപ്ലീറ്റ് പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് ഈ പൊള്ളച്ച് നിൽക്കുന്ന ചുമര് കംപ്ലീറ്റ് പൊളിച്ചെടുക്കണം കേട്ടോ. നമ്മളിവിടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പൊളിച്ചെടുക്കുന്നത്. ഒരുവിധം വീടിനൊക്കെ ഇതേ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ മസ്റ്റായിട്ട് വാട്ടർ പ്രൂഫ് അടിക്കുക. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് വാട്ടർ പ്രൂഫ് അവൈലബിൾ ആണ്. നമ്മൾ ഏത് വാട്ടർ പ്രൂഫ് ചെയ്യുകയാണെങ്കിലും ആ ഭിത്തി പൊളിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കേട്ടോ. നമ്മളങ്ങനെ ചെയ്യാതെ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഗ്യാരൻറ്റിയോ വാറൻറ്റിയോ ഉണ്ടാവില്ല. വീണ്ടും പഴയതുപോലെ തന്നെ വരും. ഇതേ പ്രശ്നം പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. എറണാകുളം, വയനാട്, കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ് എന്ന ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരുവിധം ആളുകളോടൊക്കെ പറയുന്നത് നിങ്ങൾ അവിടെയുള്ള പെയിൻറ്റിങ് ചെയ്യുന്ന ആളുകളെ ബന്ധപ്പെട്ടാൽ മതി, അവർ ചെയ്തു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകൾ നമ്മളെ വരാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർ പറയുമ്പോൾ നിങ്ങൾക്ക് വരാനുള്ള എക്സ്പെൻസ് ചിലവ് അതൊക്കെ നമ്മൾ തരാം, നിങ്ങളൊന്ന് വന്ന് നോക്കിയിട്ട് ചെയ്തു തരി എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ വർക്കൊക്കെ ലീവാക്കിയിട്ട് 1-2 സൈറ്റ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അപ്പോൾ അവർ പോരുന്ന സമയത്ത് നമ്മൾ വരാനുള്ള ചിലവ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വർക്ക് ഒഴിവാക്കിയിട്ട് അവരെ സൈറ്റ് പോയി നോക്കുന്നത്. ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് അവർ നമുക്ക് ചിലവായ ക്യാഷോ ഒന്നും അവർ തന്നിട്ടുമില്ല. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സൈറ്റ് ലീവാക്കിയിട്ടാണ് നിങ്ങളെ അടുത്തേക്ക് വരുന്നത്. അതുപോലെ നമ്മൾ എടുക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടേക്കാരം നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4 കോട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് 2 കോട്ട് നമ്മൾ 2K ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ സാധാ വാട്ടർ പ്രൂഫ് 2 കോട്ട് അടിച്ചു. അതിന് ശേഷം 2 കോട്ട് വാട്ടർ പ്രൂഫ് പുട്ടി അപ്ലൈ ചെയ്തു. പിന്നെ 1 കോട്ട് പ്രൈമർ, 2 കോട്ട് പെയിൻറ്റ്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ചില മുതലാളിമാർ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് 1, 2, 3 മാസം കഴിഞ്ഞിട്ടും ചിലപ്പോൾ ക്യാഷ് തരാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചില ആളുകൾ നമുക്ക് വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ ക്യാഷ് തന്നിട്ട് അത് പിരിച്ചു വിടാറുണ്ട്. അതുപോലെ വേറെ ചില ആളുകളുണ്ട്, നമ്മൾ ചെറിയ പൈസക്ക് കരാർ എടുത്തിട്ടുണ്ടാവുക, അതിൽ നിന്ന് ഒരു 10,000 15,000 ഒക്കെ കുറച്ചിട്ടേക്കാരം വീണ്ടും നമുക്ക് ക്യാഷ് തരിക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ കൂടെ കൂടിക്കോളി. ഓക്കെ.